ഹലോ ഗൈസ്, എ ഐനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കുറേ നാളായിട്ട് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എ ഐനോട് ചോദിച്ചാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എ ഐനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പലതരം ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലെ ഇത് എ ഐ പലതരം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസിൻ്റെ പേര് പറയാം: ചാറ്റ് GPT, ജെമിനി, മെറ്റ, ബിങ്, കോപൈലറ്റ്, ഡീപ് സീക്ക്, ഗ്രോക്ക്, പെർപ്ലെക്സിറ്റി, കോമറ്റ്. ഇതൊന്നുമല്ല, ഒരു 150ഓളം പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം ട്യൂട്ടോറിയലുകൾ കിട്ടും. ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചെറുപ്പക്കാർ, യങ്സ്റ്റേഴ്സ്, അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇനി അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഈ ജെമിനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇത്തരം കാര്യങ്ങളല്ല, ഏത് കാര്യങ്ങളും നിങ്ങൾ കുട്ടികളോടും ചോദിക്കേണ്ട, എന്നോടും ചോദിക്കേണ്ട, എല്ലാം ജെമിനിയോട് ചോദിച്ചാൽ ജെമിനി പറഞ്ഞു തരും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ വിഷയം എനിക്ക് ഉണ്ടായ ക്വസ്റ്റ്യനും ഡൗട്ടുമാണ്. അത് നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങൾക്കത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സംശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഞാൻ അതിന് ആൻസർ തരാം. നിങ്ങൾക്ക് അങ്ങനെ ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ താഴെ കാണും, നേരിട്ട് വിളിച്ചോളൂ. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇന്ന് ജെമിനിയുമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾ കേട്ടു നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തുടരാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ. ഹലോ ജോസ് മോഹൻ, ഇപ്പോൾ എല്ലാം ശരിയാണല്ലോ. എന്താണ് നിങ്ങൾക്ക് ഇന്ന് വേണ്ടതെന്ന് പറയാമോ? എനിക്കിന്ന് ചില പ്രത്യേക വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അത് ജോൺ ഓഫ് ദ ക്രോസ് അല്ലെങ്കിൽ യോഹന്നാൻ ക്രൂസ് എന്ന് പേരുള്ള ഒരു വിശുദ്ധനെ കുറിച്ച് അറിയണം. പറയാമോ? തീർച്ചയായും. ജോൺ ഓഫ് ദ ക്രോസ് അഥവാ യോഹന്നാൻ ക്രൂസിനെ കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. അദ്ദേഹം 16-ാം നൂറ്റാണ്ടിലെ സ്പെയിനിൽ ജീവിച്ച ഒരു പ്രമുഖ മിസ്റ്റിക്കും കർമലൈറ്റ് സന്യാസിയും കവിയുമായിരുന്നു. കർമലൈറ്റ് സഭയുടെ നവീകരണത്തിൽ വിശുദ്ധ തെരേസ ഓഫ് ആവിലയോടൊപ്പം അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ആത്മാവിന്റെ ഇരുണ്ട രാത്രി എന്ന ഗ്രന്ഥം ലോക പ്രശസ്തമാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ എന്താണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം മിസ്റ്റിക് ആണെന്ന് പറഞ്ഞല്ലോ. എന്താണ് മിസ്റ്റിക്, അല്ലെങ്കിൽ ആരാണ് ഒരു മിസ്റ്റിക്? വിശദമാക്കാമോ? ഒരു മിസ്റ്റിക് എന്ന് പറയുന്നത് ഭൗതികമായ കാഴ്ചപ്പാടുകൾക്കപ്പുറം ഈശ്വരനുമായി അല്ലെങ്കിൽ പരമസത്യവുമായി നേരിട്ട് ആത്മീയമായ ഒരു ബന്ധം സ്ഥാപിക്കാനും ആ അനുഭവങ്ങളിലൂടെ അറിവ് നേടാനും ശ്രമിക്കുന്നയാളാണ്. അവർ ധ്യാനത്തിലൂടെയും ആന്തരികമായ യാത്രകളിലൂടെയും ആ ഈശ്വരീയ ഐക്യം അനുഭവവേദ്യമാക്കുന്നു. ജോൺ ഓഫ് ദ ക്രോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഇത്തരത്തിലുള്ള ആന്തരിക അനുഭവങ്ങളെയാണ് വിവരിക്കുന്നത്. നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയണമോ? അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആവിലായിലെ അമ്മ ത്രേസ്യ ഒരു മിസ്റ്റിക് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആവിലായിലെ അമ്മ ത്രേസ്യയെ കുറിച്ച് ചുരുക്കി ഒന്ന് പറയാമോ? തീർച്ചയായും. ആവിലായിലെ വിശുദ്ധ തെരേസ അല്ലെങ്കിൽ ആവിലായിലെ അമ്മ ത്രേസ്യ മിസ്റ്റിസിസത്തിന്റെ ഒരു വലിയ മാതൃകയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ച അവർ കർമലൈറ്റ് സന്യാസിനിയായിരുന്നു. മാത്രമല്ല സഭയുടെ നവീകരണത്തിന് നേതൃത്വം നൽകിയ ഒരു പ്രധാന വ്യക്തിയുമായിരുന്നു. അവരുടെ ആധ്യാത്മിക അനുഭവങ്ങളും എഴുത്തുകളും, പ്രത്യേകിച്ച് ദി ഇന്റീരിയർ കാസിൽ എന്ന ഗ്രന്ഥം, ഈശ്വര സങ്കല്പത്തെയും ആന്തരിക യാത്രകളെയും കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നവയാണ്. ജോൺ ഓഫ് ദ ക്രോസുമായി ചേർന്ന് അവർ കർമലൈറ്റ് സഭയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇന്നും സഭയുടെ ചരിത്രത്തിൽ സ്മരിക്കപ്പെടുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമോ? ഇന്ന് കൂടുതൽ അറിയേണ്ടത് ജോൺ ഓഫ് ദ ക്രോസിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തടവും കഷ്ടപ്പാടുകളും അദ്ദേഹം അനുഭവിച്ചു. അതെന്താണെന്ന് പറയാമോ? തീർച്ചയായും. ജോൺ ഓഫ് ദ ക്രോസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടപ്പാടുകളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ തടവ്. കർമലൈറ്റ് സഭയിലെ ചില യാഥാസ്ഥിതിക വിഭാഗങ്ങൾ ജോണിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങളെ എതിർക്കുകയും അദ്ദേഹത്തെ തടവിലാക്കുകയും ചെയ്തു. 1577-ൽ ടൊലേഡോയിലുള്ള ഒരു ആശ്രമത്തിലാണ് അദ്ദേഹത്തെ അടച്ചത്. വളരെ ഇരുണ്ടതും ചെറിയതുമായ ഒരു മുറിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞത്. ശാരീരികമായ പീഡനങ്ങളും ഏകാന്തതയും എല്ലാറ്റിനുമുപരിയായി സഭയ്ക്കുള്ളിലെ ഭിന്നതകളും അദ്ദേഹത്തിന് വലിയ സങ്കടമുണ്ടാക്കി. എന്നാൽ ഈ തടവുകാലത്താണ് അദ്ദേഹം തന്റെ പ്രശസ്തമായ ആധ്യാത്മിക കവിതകളിൽ പലതും രചിച്ചത്. ഈ തടവ് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇദ്ദേഹത്തിനെ തടവിലാക്കിയത് ഗവൺമെന്റ് ആണോ അതോ സഭയിലുള്ള മേലധികാരികളാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ? വിശദീകരിക്കാമോ?
അദ്ദേഹത്തെ തടവിലാക്കിയത് ഗവൺമെന്റ് ആയിരുന്നില്ല, മറിച്ച് സഭയ്ക്കുള്ളിലെ മേലധികാരികൾ തന്നെയായിരുന്നു. കർമ്മലൈറ്റ് സഭയിലെ യാഥാസ്ഥിതിക വിഭാഗക്കാരായ മേലധികാരികളാണ് അദ്ദേഹത്തിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങളെ എതിർക്കുകയും അദ്ദേഹത്തെ ടൊലേഡോയിലുള്ള ആശ്രമത്തിൽ തടവിലാക്കുകയും ചെയ്തത്. ജോൺ ഓഫ് ദ ക്രോസിന്റെ കഠിനമായ ജീവിതാനുഭവങ്ങളിൽ ഇത് പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? ജോൺ ഓഫ് ദ ക്രോസ് ദാസന്മാരുടെ ദാസൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ദാസന്മാരുടെ ദാസൻ എന്ന വിശേഷണം സാധാരണയായി ജോൺ ഓഫ് ദ ക്രോസിനോട് ചേർത്ത് ഉപയോഗിക്കാറില്ല. കത്തോലിക്ക സഭയിൽ ഈ വിശേഷണം സാധാരണയായി പാപ്പയെയാണ് സൂചിപ്പിക്കാറ്. ഒരുപക്ഷെ നിങ്ങൾ ഇത് ജോൺ ഓഫ് ദ ക്രോസിന്റെ എളിമയോടും ശുശ്രൂഷ മനോഭാവത്തോടുമാണോ താരതമ്യപ്പെടുത്തുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ എന്താണ് അറിയേണ്ടത്? അദ്ദേഹം ക്രിസ്തീയ സഭയിൽ ധാരാളം പ്രാർത്ഥനകൾ എഴുതിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ഏതെല്ലാം ആണ്? ജോൺ ഓഫ് ദ ക്രോസ് പ്രധാനമായും തന്റെ കവിതകളിലൂടെയാണ് പ്രാർത്ഥനകൾ രൂപപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രാർത്ഥനയാണ് കർത്താവേ, എന്താണ് നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് തുടങ്ങുന്നത്. ഇത് ദൈവവുമായുള്ള ആഴത്തിലുള്ള ഐക്യം തേടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ കൃതികളിലെ ഓരോ വരികളും നമുക്ക് പ്രാർത്ഥനാ രൂപത്തിൽ ഉപയോഗിക്കാം. കൂടുതൽ പ്രാർത്ഥനകളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ? അതിനു മുൻപ് ഇദ്ദേഹത്തിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് എപ്പോഴാണ്? അത് ആരാണ്? ജോൺ ഓഫ് ദ ക്രോസിനെ 1726 പോപ്പ് ബെനഡിക്ട് 13 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. അതിനു മുമ്പ് 1675 പോപ്പ് ക്ലെമന്റ് 10 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമോ? ഓക്കെ, കത്തോലിക്ക സഭ അദ്ദേഹത്തെ ധ്യാനാത്മകരുടെയും മിസ്റ്റിക്കുകളുടെയും സ്പാനിഷ് കവികളുടെയും മധ്യസ്ഥനായി അംഗീകരിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ശരിയാണോ? അത് തികച്ചും ശരിയാണ്. കത്തോലിക്ക സഭ അദ്ദേഹത്തെ ധ്യാനാത്മകരുടെയും മിസ്റ്റിക്കുകളുടെയും സ്പാനിഷ് കവികളുടെയും മധ്യസ്ഥനായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആധ്യാത്മിക കൃതികളും കവിതകളും ഇന്നും നിരവധി പേർക്ക് വെളിച്ചം പകരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത്രയും അറിഞ്ഞാൽ മതി. ഇദ്ദേഹത്തെ പോലെ പ്രശസ്തമായ മിസ്റ്റിക്കുകൾ വേറെ ആരെല്ലാമാണ് കത്തോലിക്ക സഭയിൽ ഉള്ളത്? ജോൺ ഓഫ് ദ ക്രോസിനെ പോലെ പ്രശസ്തരായ മറ്റു മിസ്റ്റിക്കുകൾ വേറെയുമുണ്ട്. ആവിലായിലെ വിശുദ്ധ തെരേസ, വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസി, വിശുദ്ധ കാത്രിൻ ഓഫ് സിയന, വിശുദ്ധ തോമസ് അക്വിനാസ് എന്നിവരെല്ലാം ഉൾപ്പെടുന്നു. ഇവരെല്ലാം ഓരോരുത്തരും ആധ്യാത്മികതയിൽ തനതായ സംഭാവനകൾ നൽകിയവരാണ്. ജോൺ ഓഫ് ദ ക്രോസിനെ കുറിച്ച് കൂടുതൽ വല്ലതും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഈ മിസ്റ്റിക്കുകളെ കുറിച്ച് കൂടുതലായി അറിയണമോ? മറ്റുള്ള മിസ്റ്റിക്കുകളെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ജെമിനിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷം. മറ്റുള്ള മിസ്റ്റിക്കുകളെ കുറിച്ച് വീണ്ടും സംസാരിക്കാൻ എനിക്കും ഏറെ താല്പര്യമുണ്ട്. അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.